ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിൽ പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ലുക്കായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതിനായിട്ട് 3 ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ആദ്യം തന്നെ സാറ്റിൻ കവേർഡായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ബട്ടർഫ്ലൈസ് ആണ്. ഇതുപോലെ ഓർഗൻസ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 ബട്ടർഫ്ലൈസ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 15 രൂപയ്ക്കാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്ലിറ്റർ ഷീറ്റാണ്. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഷീറ്റ് അല്ല, ഇത് ഗ്ലിറ്റർ ചങ്കി ഷീറ്റ് എന്നാണ് ഇതിൻ്റെ നെയിം പറയുന്നത്. ഇത് A4 സൈസിന് ഒരു പീസിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ഷീറ്റാണ്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന, ഗ്ലിറ്ററൊന്നും ഇളകി പോരാത്ത വിധത്തിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ്. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നമുക്ക് 2 ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വരച്ചിട്ട് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഈ ഒരു രീതിയിലായിട്ട് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്ക് വശത്ത് വേണം ബട്ടർഫ്ലൈസ് വരച്ചു കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ സെയിം അളവിൽ വരുന്ന 2 ബട്ടർഫ്ലൈസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ എടുത്തിട്ടുള്ള ഓർഗൻസ ബട്ടർഫ്ലൈസ് അത് രണ്ടും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാനിവിടെ ബട്ടർഫ്ലൈസ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബട്ടർഫ്ലൈസ് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു സാറ്റിൻ കവേർഡായിട്ടുള്ള ഹെയർ ബാൻഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ സാറ്റിൻ കവേർഡായിട്ടുള്ള ഹെയർ ബാൻഡാണ്. നിങ്ങളുടെ കയ്യിൽ മെറ്റലിൻ്റെത് കിട്ടുമെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ്, ഈ ഒരു സെയിം കളറിൽ തന്നെ ആ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെറ്റൽ കിട്ടുന്നവർ മെറ്റൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈസ് ഇതിൻ്റെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പം ഇതെന്താണ് ഇത്ര വീഡിയോയിൽ കാണിക്കാനെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഈ മെറ്റീരിയൽസിൻ്റെ പേരും റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബട്ടർഫ്ലൈസ് ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ ഹെയർ ബാൻഡ് ഒന്ന് തലയിൽ വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ഏത് ഭാഗത്തായിട്ടാണോ ബട്ടർഫ്ലൈസ് വരേണ്ടത് ആ ഒരു ഭാഗത്ത് 2 മാർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പലർക്കും അറിയേണ്ട കാര്യമാണ് ഇതിന് ഇത്രയാണ് റേറ്റ്, അല്ലെങ്കിൽ ഇത് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുക, എത്ര രൂപയ്ക്കാണ് വിൽക്കുക എന്നുള്ളത് പലർക്കും ഉള്ള ഡൗട്ടാണ്. ഏതൊരു വീഡിയോ ചെയ്താലും അതിൻ്റെ അടിയിൽ കോമൺ ആയിട്ട് വരുന്നൊരു കമൻറ്റും അതാണ്, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാന്നുള്ളത്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഇതിന് റേറ്റ് വരുന്നത്, ഇതിന് മെയിനായിട്ട് നമ്മൾ കൂട്ടുന്നത് മേക്കിംഗ് ടൈം കുറവാണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽസ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ടിന് തന്നെ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഞാനിത് സെയിൽ ചെയ്തിട്ടുള്ളത് 140 രൂപയ്ക്കാണ്. 140 രൂപ പ്ലസ് ഷിപ്പിംഗ് 50, അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത്. എനിക്കിത് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിനാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കൂടുതലായിട്ടും കുറവായിട്ടും പലർക്കും തോന്നുന്നുണ്ടാവും. എന്നാലും ഓരോരുത്തരുടെ എഫേർട്ടിനനുസരിച്ചിട്ട് വാങ്ങിക്കുന്നതല്ലേ, പലർക്കും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ വേണ്ടി മറക്കരുത്. ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇട്ടേക്കുക. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, ഹാപ്പി ന്യൂ ഇയർ.